ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു പ്രഭാത ജാഗരണ ശുശ്രൂഷയുമായി വീണ്ടും ഒരിക്കൽ കൂടെ നിങ്ങളുടെ മധ്യത്തിൽ കടന്നു വരുവാൻ സർവകൃപാലുവായി ദൈവം നൽകിയ നല്ല അവസരങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഈ ശബ്ദപരിധിയിൽ ഞങ്ങൾ ശ്രവിക്കുന്ന സ്വദേശത്തും വിദേശത്തുമായി ഞങ്ങളെ ശ്രവിക്കുന്ന എല്ലാ നല്ല ദൈവമക്കൾക്കും ധന്യനായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനങ്ങളെ ആമുഖമായിട്ട് അറിയിക്കുക. ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ പ്രഭാത ജാഗരണ ശുശ്രൂഷ കേൾക്കുന്ന പലരും ഞങ്ങളെ യാദൃശ്ചികമായൊക്കെ കണ്ടുമുട്ടുമ്പോൾ അവർ പറയുന്ന ഒരു സന്തോഷ വാർത്തയുണ്ട്. എല്ലാ ദിവസവും ഞങ്ങളുടെ മുറികളിൽ കടന്നു ചെല്ലുമ്പോൾ നിങ്ങൾ പറയുന്ന ആ പ്രഭാത ജാഗരണ ശുശ്രൂഷയിൽ നിങ്ങൾ പറയുന്ന ദൈവവചന ശുശ്രൂഷ അത് ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ വളരെ അനുഗ്രഹമെന്ന് പലരും പറയുന്നതായി കേൾക്കുവാൻ തക്കൊണ്ട് വേണ്ടിയായിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് അതിയായി സന്തോഷം പകരുന്ന ഒരു വസ്തുത തന്നെയാണ്. വീണ്ടും നിങ്ങളെ ഇന്ന് പ്രഭാതത്തിലെ വചന ശുശ്രൂഷയിലേക്ക് ക്ഷണിക്കട്ടെ. ഇന്ന് നമുക്ക് വായിച്ചു കേൾപ്പാനുള്ളത് വിശാലമായ സ്വാതന്ത്ര്യം. ഇവിടെ മനപ്പാഠവാക്യം തന്നിരിക്കുന്നത് എല്ലാറ്റിന്റെയും സാരം കേൾക്കുക, ദൈവത്തെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളെ പ്രമാണിച്ചു കൊള്ളുക, അതാകുന്നു സകല മനുഷ്യർക്കും വേണ്ടുന്നത്. സഭാപ്രസംഗി 12:13. ഇവിടെ ഒരു ചെറിയ പ്രതിപാദ്യ വിഷയം പറയുന്നുണ്ട്. അത് പറഞ്ഞതിന് ശേഷം മറ്റു കാര്യങ്ങളിലേക്ക് പ്രവേശിക്കാമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇന്റർനെറ്റിനെ കർശനമായി നിയന്ത്രിക്കുന്ന നിയമങ്ങൾ വിയറ്റ്നാം പാസാക്കി. ഉദാഹരണത്തിന് വിദേശ കമ്പനിയുടെ ആവശ്യത്തിനു വേണ്ടി വിയറ്റ്നാമിലെ ഉപഭോക്താക്കളായ ആളുകളെ വിവരങ്ങൾ സംഭരിക്കാൻ കമ്പനിയുടെ ഒരു നിയമം ആവശ്യപ്പെട്ടു. ഈ അറിയിപ്പ് ലഭിച്ച ഒരു ദിവസത്തിനകം സർക്കാർ ആവശ്യപ്പെടാത്ത ഉള്ളടക്കം ഇന്റർനെറ്റിൽ നീക്കം ചെയ്യാനും ഇന്റർനെറ്റ് ദാതാക്കളോട് ആവശ്യപ്പെട്ടു. നമുക്കറിയാം, ഇന്നത്തെ ആധുനിക ലോകം ഇന്റർനെറ്റിന്റെയും ഇമെയിലിന്റെയും അതുപോലുള്ളതായ വിവര സാങ്കേതിക വിദ്യകളുടെയും ഒരു കൂത്തരങ്ങായി മാറിയിരിക്കുന്നതായി കാണുവാൻ കൊണ്ട് സാധിക്കും. എന്താണ് ഇതിന്റെ ഒക്കെ പിന്നിലെ ദൗർബല്യത എന്ന് ചോദിച്ചാൽ, പോരായ്മ എന്ന് ചോദിച്ചാൽ, ഇതൊക്കെ മനുഷ്യന് ആവശ്യമാണെങ്കിലും അതിന്റെ ഉപയോഗം ക്രമാകൃതമായി നല്ല രീതിയിൽ നടക്കുന്നതിന് പകരമായി മോശമായ നിലയിലേക്ക് വഴുതി വീഴുന്നതായി കാണുവാൻ കൊണ്ട് സാധിക്കും. ഈ തകർച്ചയുടേതായ അനുഭവങ്ങളിലേക്ക് മനുഷ്യനെ വലിച്ചഴിക്കുന്ന മോശമായ പ്രവൃത്തികളെ നിർത്തിക്കളയേണ്ടത് ഏറ്റവും അത്യന്താപേക്ഷിതമാണെന്ന് ഈ ഭാഗങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കൊണ്ട് സാധിക്കും. ഇവിടെ പറഞ്ഞ ആദ്യത്തെ വാക്യം തന്നെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് എല്ലാറ്റിന്റെയും സാരം കേൾക്കുക, ദൈവത്തെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളെ പ്രമാണിച്ചു കൊള്ളുക. ഇന്നത്തെ ആധുനിക ലോകം ദൈവകൽപ്പനയെ അവഗണിച്ചു കളയുന്ന ഒരു നിലയിലേക്ക് വസ്തുതകൾ വന്നെത്തിയിരിക്കുക. ദൈവകൽപ്പനയുടെ പ്രാതിനിധ്യത്തെ ചവിട്ടി മതിച്ചുകൊണ്ട് ദൈവകൽപ്പനയുടെ പ്രാതിനിധ്യത്തെ ഇല്ലാതെയാക്കി കളയുവാൻ ലോകം ശ്രമിക്കുന്നതായി നമുക്ക് കാണുവാൻ കൊണ്ട് സാധിക്കും. എന്താണ് ഇതിന്റെ പിന്നിലുള്ളതായ ആ വലിയ വീഴ്ച അല്ലെങ്കിൽ തകർച്ച എന്താണെന്ന് ചിന്തിക്കുമ്പോൾ, അതെ, യേശുക്രിസ്തു ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പനകളെ കാത്തുകൊള്ളൂ. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടി ഇരിക്കേണ്ടത് നിങ്ങൾക്ക് തരും. സത്യത്തിന്റെ ആത്മാവ് വരുമ്പോൾ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. ദൈവകൽപ്പനയുടെ പ്രാതിനിധ്യം എന്ന് പറയുന്നത് നമുക്കറിയാം. 1 തൊട്ട് 4 വരെയുള്ള കൽപ്പന ദൈവവും മനുഷ്യരുമായിട്ടുള്ളതും, അതെ, 5 തൊട്ട് 10 വരെയുള്ള കൽപ്പനകൾ മനുഷ്യനുമായിട്ടുള്ളതാണ്. മനുഷ്യന്റെ അധാർമികമായ ജീവിത സാഹചര്യങ്ങളിൽ മനുഷ്യൻ വഴുതി വീഴാതിരിക്കുവാൻ ദൈവകൽപ്പനയുടെ പ്രാതിനിധ്യത്തെ വളരെ ശക്തമായി തിരുവചനം ഓർപ്പിക്കുന്നതായി കാണുവാൻ കൊണ്ട് സാധിക്കും. ഇവിടെ പറയുന്നത് 10 കൽപ്പനകൾ സ്വന്തം വിരൽ കൊണ്ട് എഴുതുക വഴി നിയമവും ദൈവവുമായി ഒരു ബന്ധം ഉൾക്കൊള്ളുന്നുവെന്ന് കാണിക്കുകയായിരുന്നു. യോഹന്നാൻ 14:15 കാണുക. 10 കൽപ്പനകളിലെ തത്വങ്ങളുടെ വിശാലമായ സ്വഭാവം അവ എങ്ങനെ ആരംഭിക്കുന്നു എന്ന് നോക്കുന്നതിലൂടെയും കാണാൻ കഴിയും. ആദ്യം ദൈവത്തെ സ്നേഹിക്കുക എന്ന തത്വത്തിൽ
യേശു ശ്രദ്ധ കേന്ദ്രീകരിച്ചു. കാരണം ദൈവത്തെ ആദ്യം സ്നേഹിക്കാതെ ആളുകൾക്ക് പരസ്പരം സ്നേഹിക്കാൻ കഴിയില്ലെന്ന് അവനറിയാമായിരുന്നു. ഇന്ന് ദൈവകൽപ്പനയുടെ പ്രാധാന്യത്തെ അവഗണിച്ചു കളയുന്ന ഈ ലോകത്തിൽ ദൈവകൽപ്പനയും യേശുവിനുള്ള വിശ്വാസവും കാത്തുകൊള്ളുന്ന വിശുദ്ധന്മാരുടെ സഹിഷ്ണുത കൊണ്ട് ഇവിടെ ആവശ്യമെന്ന് പറയുമ്പോൾ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും അവന്റെ കൽപ്പനകളെ പ്രമാണിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു, സത്യം അവനിലില്ല എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. ആയതുകൊണ്ട് ദൈവകൽപ്പനയുടെ പ്രാതിനിധ്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് യേശു ക്രിസ്തു ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു. ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ പറഞ്ഞു, സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, അതിൽ ഉറച്ചു നിൽപ്പീൻ, അടിമതുകത്തിൽ വീണ്ടും കുടുങ്ങിപ്പോകരുത്. പല മനുഷ്യരും വിശ്വാസത്തിൽ ഇരിക്കുന്നു എന്ന് പറയുകയും അടിമതുകങ്ങളിൽ തകർന്നു പോവുകയും ചെയ്യുന്നതായ ദയനീയമായ സാഹചര്യങ്ങളെ ലോകത്തിൽ നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കും. ഈ വളരെ വേദനാജനകമായ ഒരു സാഹചര്യങ്ങളെ മാറ്റുവാൻ ദൈവത്തിന് മാത്രമേ സാധ്യമാകുകയുള്ളൂ. ആയതുകൊണ്ട് ഈ ലോകം നിലനിൽക്കുന്നത്ര കാലം ദൈവകൽപ്പനയുടെ പ്രാതിനിധ്യത്തെ ശരിയായ നിലയിൽ മനസ്സിലാക്കിക്കൊണ്ട് സ്വർഗീയ കോടതിയുടെ മാനദണ്ഡമായ 10 കൽപ്പനയെ അനുസരിച്ചുകൊണ്ട് പാപത്തിന്റെ അധാർമികതകളെ വിട്ടൊഴിഞ്ഞുകൊണ്ട് ദൈവത്തിന് പ്രയോജനമുള്ളവരായി തീരുവാൻ നാം ശ്രമിക്കേണ്ടത് ഏറ്റവും അത്യന്താപേക്ഷിതമാണെന്ന് ഈ പ്രഭാതത്തിൽ ഓർപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിന്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ പറയുന്നു, അപ്പോസ്തലനായ യോഹന്നാൻ പ്രസ്താവിച്ചപ്പോൾ ഈ കാര്യം വിശദീകരിച്ചു. ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും തന്റെ സഹോദരനെ പായിക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു. താൻ കണ്ടിട്ടുള്ള സഹോദരനെ സ്നേഹിക്കാത്തവന് കണ്ടിട്ടില്ലാത്ത ദൈവത്തെ സ്നേഹിപ്പാൻ കഴിയുന്നതല്ല. 1 യോഹന്നാൻ 4:20. മാനുഷിക നിയമങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ദൈവത്തിന്റെ നിയമം എപ്പോഴും നമ്മെ ഐക്യത്തിലേക്ക് നയിക്കുന്നു. ഇതാ പ്രയോഗത്തിൽ വരുത്തുക, ദൈവത്തിന്റെ നിയമം പ്രയോഗിക്കാൻ കഴിയുന്ന നിങ്ങളുടെ ജോലിയുടെ ഒരു പുതിയ മേഖല കണ്ടെത്തുക. ആയതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവ മക്കളെ, മാനുഷിക കോടതിക്ക് ഒരു നിയമമുണ്ടെങ്കിൽ സ്വർഗീയ കോടതിയുടെ മാനദണ്ഡമായ 10 കൽപ്പന, അതേ ദൈവത്തിന്റെ വചനം പറയുന്നു, ഈ കാലം കഴിഞ്ഞ ശേഷം ഞാനത് ജനത്തോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു, എന്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ മാംസപ്പലകയിൽ എഴുതും. അങ്ങനെയെങ്കിൽ ദൈവത്തിന് പ്രയോജനമുള്ളവരായി തീരുവാൻ നമ്മെ സമർപ്പിക്കാമെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ഓർപ്പിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വേഗത്തിൽ വിരാമം കുറിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. ഇന്ന് തങ്ങളുടെ ജന്മദിനം അനുസ്മരിക്കുന്നതായ പ്രിയപ്പെട്ട ബാബു കോശി കലഞ്ഞൂർ സഭാ വിശ്വാസിയാണ് ബാബുചായൻ. പ്രിയപ്പെട്ട ദാസന് വഴി നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യനും മഹാപരിശുദ്ധനും സ്നേഹസമ്പൂർണനുമായിരിക്കുന്ന സ്വർഗത്തിലെ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ പ്രഭാത വേളയിൽ അവിടുത്തെ ദാസനായിരിക്കുന്ന ബാബുചായന്റെ കരങ്ങളിൽ ഏൽപ്പിക്കട്ടെ. അദ്ദേഹത്തെ ഇതുവരെയും ദൈവം അദ്ദേഹത്തെ നടത്തിയതോർത്ത് സ്തോത്രം. ജന്മദിനം അനുസ്മരിക്കുന്ന ഈ നല്ല വേളയില് അദ്ദേഹത്തിന്റെ ആയുസിനെ ഇത്രയും ദീർഘമാക്കി ദൈവം നൽകിയതോർത്ത് സ്തോത്രം. ദൈവം നൽകിയ നന്മകൾക്കൊക്കെ നന്ദിയുള്ളവനായിരിക്കാൻ സഹായിക്കണം. ദൈവത്തിന്റെ സഭയോടുള്ള ബന്ധത്തിൽ വിശ്വസ്തയോടെ നിൽപ്പാനിടയാകണം. കർത്താവേ, ഈ ശബ്ദപരിധി ഞങ്ങളെ ശ്രവിക്കുന്ന എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണം. രോഗത്താൽ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവർ ഞങ്ങളുടെ മധ്യത്തിലുണ്ട്. ജീവിതത്തിലെ വേദനിക്കുന്ന അനുഭവങ്ങളുടെ നടുവിലായിരിക്കുന്നവരുണ്ട്. പ്രത്യേകിച്ച് ഞങ്ങളുടെ സമശിഷ്ടങ്ങൾ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരൊക്കെ വളരെ കെടുതികളിലൂടെ കടന്നു പോകുന്നു. കർത്താവേ, അവർക്കൊക്കെ ആശ്വാസവും സമാധാനത്തോടെ നയിക്കണമേ. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തില് ഏറ്റവും താഴ്മേരികൾ അപേക്ഷിക്കുമ്പോൾ കരുണയുള്ള ദൈവമേ, കൃപയുടെ യാചനകൾക്ക് മാറാകണമേ. ആമീൻ. ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ.